ഒന്ന് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ ആളല്ല, അയാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിനെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ആ ദുരന്തബാധിതരുടെ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിച്ച് ആ ഫണ്ട് മുഴുവൻ വെട്ടിച്ച് ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ് വി കുഞ്ഞികൃഷ്ണൻ. വി കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവ് ആരാണ് നിർവഹിക്കുന്നത്? കോൺഗ്രസ് അല്ലേ. ആ ചെലവ് നിർവഹിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചല്ലേ. അങ്ങനെ ചെയ്യുന്ന വി കുഞ്ഞികൃഷ്ണൻ CPIM-നെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ആ ഫണ്ട് പിരിച്ചിട്ട് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് വിനിയോഗിച്ചതെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിന്നിട്ടാണല്ലോ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ CPM-നെ തിരുത്താൻ വേണ്ടി പുറപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ തിരുത്താൻ വേണ്ടി വി കുഞ്ഞികൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വരണ്ട. ഇപ്പോൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ പൂണ്ട് കിടക്കുന്ന ഈ മരണപ്പെട്ട ആളുകളുടെ ഇപ്പോഴും മൃതശരീരം നിരവധി കിട്ടിയിട്ടില്ല. അത്തരം ആളുകളുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന പാർട്ടിയുടെ ഭാഗമാണിപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ. ആ വി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. ഇനി ഇപ്പോൾ വന്നു എന്ന് പറയുന്ന ഭയങ്കര വെളിപ്പെടുത്തലുണ്ടല്ലോ, ഇതന്നെയല്ലേ അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചത്? പുതിയ എന്തൊക്കെ ഉണ്ടായില്ലേ? പിന്നെ അദ്ദേഹം പുറത്തുവിട്ട രേഖ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ പുറത്തുവിട്ട രേഖ എന്ന് പറയുന്നത് KP മധു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലാണ്. ധനരാജ് രക്സാക്ഷി ഫണ്ടിൽ നിന്ന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അതേ അക്കൗണ്ടാണല്ലോ വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയപ്പോൾ അതേ അക്കൗണ്ട് തന്നെയാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായി, സാധാരണ നിലയിൽ ഏരിയ സെക്രട്ടറി ആ ചുമതല മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ആ അക്കൗണ്ട് തൊട്ടടുത്ത ഏരിയ സെക്രട്ടറിക്ക് മാറ്റി കൊടുക്കണം. വി കുഞ്ഞികൃഷ്ണൻ ആ ചുമതല മാറിയിട്ട് കാലം കുറയായി. ഇപ്പോഴും ആ അക്കൗണ്ട് വി കുഞ്ഞികൃഷ്ണൻ്റെ പേരില്ല. എന്താ വി കുഞ്ഞികൃഷ്ണൻ അത് മാറ്റി കൊടുക്കാതിരുന്നത്? മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? ഏരിയ സെക്രട്ടറി മാറിയിട്ട് കാലം കുറയാമല്ലോ. അപ്പോൾ അങ്ങനെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ളൊരു അക്കൗണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് ഏരിയ സെക്രട്ടറിയാണ്. ആ അക്കൗണ്ടാണ്. ഒരു തരത്തിലും വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് തന്നെ അതിൽ പാർട്ടി പരിശോധിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം പുറത്തുവിട്ട രേഖ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോക്കിയാൽ അത് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? 1 രൂപ പോലും വ്യക്തിപരമായ അക്കൗണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് KP മധു, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. അതേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ? ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? അത് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ? ആ തുക നേരെ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്താൽ പോരെ? ആ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി അർഹതയുള്ള ഒരാളല്ലേ KP മധു. അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. വിഡ്രോ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ പോരെ? എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത തുക പിൻവലിക്കുന്നതിന്, ഒരു തുക പിൻവലിക്കുന്നതിന് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ആ ഘട്ടത്തിൽ പാർട്ടിയുടെ പല അക്കൗണ്ടുകളിലുള്ള തുകകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടാവാം. ആ വിഡ്രോ ചെയ്തതിൻ്റെ പേരിൽ ഇന്ന അക്കൗണ്ടിൽ നിന്ന് ഇന്ന വ്യക്തിയുടെ പേരിലേക്ക് തുക കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം നികൃഷ്ടമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയും. പ്രശ്നം എന്താ? ഈ തുക ഏതെങ്കിലും വിധത്തിൽ തെറ്റായ രീതിയിൽ പോയിട്ടുണ്ടോ? അതിലേ നോക്കേണ്ടത്. അല്ലാതെ ഇന്ന അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്, ഈ അക്കൗണ്ടിലേക്ക് മാറാതെ നേരെ വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ നേരത്തെ 2022 ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. ഈ സാധനം പുതിയതല്ല. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതാ ഞങ്ങളൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. തെളിവുകൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് മാത്രമാണ് ഇതിനകത്ത് പുതിയ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലെന്താ തെളിവ്? അദ്ദേഹം പറഞ്ഞ തെളിവ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് തുക വന്നിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് ആരും പണം എടുത്തുകൊണ്ടോ ഇല്ലയെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ധനരാജ് ഫണ്ടിൽ നിന്ന് കേസ് നടത്താൻ വേണ്ടി വെച്ച തുക ആ
അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം പാർട്ടി ഏരിയ കമ്മിറ്റി. നിങ്ങൾ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് ഉണ്ടാക്കാനും മറ്റും ഉപയോഗിച്ചിട്ടുള്ള തുക അത് ധനരാജ് ഫണ്ടിൽ നിന്നല്ല എടുത്ത് ചെലവഴിക്കേണ്ടത്, അത് വേറെ സോഴ്സിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അത് തിരിച്ചടക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തിപരമായിട്ടുള്ള ധനാപഹരണമാണോ? അപ്പോൾ പ്രശ്നം എന്താ? ഈ തെരഞ്ഞെടുപ്പ് വി കുഞ്ഞികൃഷ്ണൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയതോടുകൂടി അവിടെ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് എല്ലാ പ്രശ്നം അത് പുകമറിയാണെന്ന് രാഷ്ട്രീയമായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ കോടികൾ പിരിച്ച് ധനാപഹരണം നടത്തി എന്നിട്ട് ആ പണം ബോർഡുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് വി കുഞ്ഞികൃഷ്ണൻ. അങ്ങനെയുള്ള വി കുഞ്ഞികൃഷ്ണനെ അവിടെയുള്ള ജനങ്ങൾ തിരസ്കരിക്കുന്നു. അവിടെയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ പെരളത്തിൻ്റെയും പായത്തിൻ്റെയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കരിയൂരിൻ്റെയും എല്ലാം ഒരു മേഖലയാണല്ലോ. ആ മേഖല രക്തസാക്ഷികളുടെ മണ്ണാണല്ലോ. ആ രക്തസാക്ഷികളുടെ മണ്ണ് എങ്ങനെയാണ് കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് തങ്ങളുടെ രക്ഷകരെന്ന് കണ്ടെത്തി അതിൻ്റെ ഭാഗമായി കർഷക സമരം, തൊഴിലാളി സമരങ്ങൾ ഇതെല്ലാം ഉയർന്നു വന്നിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ മണ്ണല്ലേ ആ മണ്ണ്. ആ മണ്ണിലുള്ള ജനങ്ങൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടി ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ആ ജനങ്ങൾ റെസിസ്റ്റ് ചെയ്യില്ലേ? ജനങ്ങൾ പ്രതിരോധിക്കുന്നു. മനസ്സിലായപ്പോൾ വീണ്ടും ട്വിസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇതാ പുതിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങളെടുക്ക വന്ന് നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമില്ലാണ്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് പുതിയ സംഭവം പോലെ നിങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല.